അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്കും ഇസ്ലാം അറിവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയംഗമായ സ്വാഗതം. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് വലഹുൽ ഹംദു ഫിൽ ആഖിറ വഹുവൽ ഹകീമുൽ ഖബീർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ നൂറിൽ അൻവാർ വസിറിൽ അസ്റാർ വഅലാ ആലിഹി വസ്വഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ കസീറാ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഒരു ഹദീസ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൽഖാ റജുലൻ ഫയഖൂലു യാ ഫുലാൻ കൈഫ അൻത. മഹാനായ പ്രവാചകൻ ഒരു സഹാബി, ഒരു അനുചരനെ സാധാരണ കണ്ടുമുട്ടിയാൽ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, സുഖമാണോ? നമ്മളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണല്ലോ, മലയാളികളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സുഖമാണോ, റാഹത്താണോ? പ്രവാചകൻ ചോദിച്ചിരുന്ന ചോദ്യമാണിത്, കൈഫ അൻത, എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോ? അദ്ദേഹം സാധാരണ പറയും, ഫയഖൂലു ബി ഖൈരിൻ അഹ്മദുല്ലാ, വളരെ സന്തോഷമാണ് പ്രവാചകരെ, ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, എല്ലാം റാഹത്താണ് എന്ന് പറയും. ഫയഖൂലു ലഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പ്രതിവചിക്കും, ജാലകല്ലാഹു ബി ഖൈരിൻ, അള്ളാഹു താങ്കൾക്ക് എല്ലാം അനുഗ്രഹമാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ, ഖൈറാക്കി തരട്ടെ എന്ന് പറയുകയും ദുആ ചെയ്യുകയും ചെയ്യും. ഫലഖിയഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമിൻ, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പ്രവാചകൻ അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഫഖാല കൈഫ അൻത യാ ഫുലാൻ, എല്ലാ ദിവസവും ചോദിക്കുന്ന പോലെ ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖമല്ലേ, സുഖമാണോ? അയാൾ പറഞ്ഞു, ബി ഖൈരിൻ ഇൻ ശക്കർതു, അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, തരക്കേടില്ല, അങ്ങനെ പോകുന്നു. നമ്മളൊക്കെ മലയാളികൾ പറയുന്നൊരു വാക്കാണ് കുഴപ്പമില്ല, തരക്കേടില്ല. അങ്ങനെയൊക്കെ പോകുന്നു, എന്തോ ചെറിയ പ്രശ്നം കാണും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഖാല ഫസക്കത അൻഹു, അന്ന് പ്രവാചകൻ തിരിച്ച് ദുആ ഒന്നും ചെയ്തില്ല, മിണ്ടിയില്ല, മിണ്ടാതെ കടന്നുപോയി. ഫഖാല, അപ്പോൾ അയാൾ ചോദിച്ചു, യാ നബി അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്നക കുന്ത തസ്അലുനി ഫതഖൂലു ജാലകല്ലാഹു ബി ഖൈരിൻ, സാധാരണ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ മറുപടി പറയുമ്പോൾ അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ, നന്നായിരിക്കട്ടെ, ഖൈർ വർദ്ധിപ്പിച്ചു തരട്ടെ എന്നൊക്കെ താങ്കൾ പറയാറുണ്ടായിരുന്നല്ലോ. വൈന്നക സക്കത്ത അന്നി, ഇന്നങ്ങ് ഒന്നും മിണ്ടിയില്ല, നിശബ്ദനായിട്ട് പോകുന്നു, എന്താണ് കാരണം? കാല, പ്രവാചകൻ പറഞ്ഞു, ഇന്നക യൗമ ഖുൽത ഇൻ ശക്കർതു ഫശക്കത ഫസക്കത്തു അൻക, എല്ലാ ദിവസവും ഞാൻ ചോദിക്കുമ്പോൾ നീ പറയും അൽഹംദുലില്ലാ, സുഖമാണ്, സന്തോഷമാണ് എന്ന് പറയും, അള്ളാഹു അത് ഏറ്റിത്തരട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുകയും ചെയ്യും. ഇന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിനക്കൊരു സംശയം പോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ, തരക്കേടില്ല, കുഴപ്പമില്ല എന്നുള്ള മട്ട്, നീ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ സംശയിക്കുന്നു, അതുകൊണ്ട് നിനക്ക് ദുആ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ പോയത് എന്ന് മഹാനായ പ്രവാചകൻ പറയുകയുണ്ടായി. എനിക്ക് തോന്നുന്നു മലയാളികളുടെ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു വാക്കാണ് കുഴപ്പമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ പറയും കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? കുഴപ്പമില്ല. പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ഭക്ഷണം എങ്ങനെയുണ്ടായിരുന്നു? ബിരിയാണിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. മക്കളൊക്കെ എങ്ങനെ? കുഴപ്പമില്ല. നമ്മുടെ മലയാളികളുടെ ഏറ്റവും കുഴപ്പം പിടിച്ച ഒരു വാക്കാണ് കുഴപ്പമില്ല. ദയവായി അത് മാറ്റണം. തിരുവനന്തപുരത്ത് വരുന്നതിന് മുമ്പ് എനിക്ക് ഈ പ്രശ്നമില്ലായിരുന്നു. ഇവിടെ വന്ന് ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഈ കുഴപ്പമില്ല പറഞ്ഞ് ഞാനും ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് മിക്കതിനും പറയുക. ഞാനത് മാറ്റാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റണം. കുഴപ്പമില്ല എന്നല്ല പറയേണ്ടത്, അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി. നന്മയായാലും തിന്മയായാലും അല്പം ബുദ്ധിമുട്ടായാലും എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ്. റബ്ബറിയാതെ, തമ്പുരാൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല. അള്ളാഹുവിന് സ്തുതി, തമ്പുരാന് സ്തുതി, ദൈവത്തിന് സ്തുതി, ഈ വാക്കാണ് പറയേണ്ടത്. കാരണം
ഈ വാക്ക് ധാരാളമായി പറഞ്ഞ് പഠിക്കണം. എന്തുകൊണ്ടെന്നാൽ നാളെ സ്വർഗത്തിൽ കടന്നാൽ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാ എന്നുള്ളതാണ്. വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തു സുമറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്ക് കാൽപാദമെടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്വർഗവാസികൾ ആദ്യം പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് ആ വാക്ക് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, 4 കാര്യങ്ങൾ, 4 ഉന്നത മൂല്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവൻ പരലോകത്തിൽ വിജയിച്ചു, നിർഭയനാണ്, സുരക്ഷിതനാണ്, അവന് പ്രശ്നങ്ങളൊന്നുമില്ല. 1, ആരെങ്കിലും ഉപകാരം ചെയ്താൽ നന്ദി കാണിക്കുക. 2, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമ പുലർത്തുക. 3, തനിക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് ചോദിക്കുക. 4, മറ്റാരെങ്കിലും തന്നോട് അന്യായം കാണിച്ചാൽ, പൊറുതികേട് കാണിച്ചാൽ ക്ഷമിച്ചു കൊടുക്കുക. ഈ 4 ഗുണങ്ങളുള്ളവൻ പരലോകത്തിൽ രക്ഷപ്പെട്ടവനാണ് എന്ന് മഹാനായ പ്രവാചകൻ. അതിലൊന്നാമത്തേതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്, നന്ദി ഉണ്ടാവണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച, ജനങ്ങളിൽ അധികവും നന്ദികേട് കാണിക്കുന്നവരാണ്. ഒരു ബ്രോക്കർ ഒരു വീടോ കടയോ സ്ഥലമോ കാണിച്ചു കൊടുത്തു, ആ ബ്രോക്കറെ ഒഴിവാക്കി ഉടമസ്ഥനുമായിട്ട് നേരിട്ട് കച്ചവടം നടത്തി ബ്രോക്കറുടെ ആനുകൂല്യം, ഫീസ് ഒഴിവാക്കി മേടിക്കുന്നവർ. നന്ദികേടാണിത്. കാണിച്ചു തന്ന അയാളാണ്, എന്തെങ്കിലും കൊടുത്ത് തൃപ്തിപ്പെടുത്തേണ്ടതാണ്. തൻ്റെ മകൾക്ക് വേണ്ടി ഒരാളോട് അഭിപ്രായം ചോദിച്ചു, കല്യാണാലോചന നടത്തി, ഇന്ന പയ്യൻ എങ്ങനെയുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയുണ്ട്? ഇത് ചോദിച്ച ആൾക്കൊരു മകളുണ്ട്, അയാൾ രഹസ്യമായിട്ട് പോയി പയ്യൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് അയാളുടെ മകളുമായിട്ട് കല്യാണം ഉറപ്പിച്ചു. അപൂർവമാണെങ്കിലും നമ്മുടെ ഇടയിൽ നടക്കുന്നില്ലേ? ഇങ്ങനെ ആലോചിച്ച് നോക്കുക. കേസ് വന്നതിൻ്റെ പേരിൽ തൽക്കാലത്തേക്ക് അധികാരസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു. കേരള മന്ത്രിസഭയിൽ മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. കേസ് വരുമ്പോൾ താൻ മാറിയിട്ട് തൽക്കാലത്തേക്ക് മറ്റൊരു ആളെ മന്ത്രിസ്ഥാനത്തേക്ക് ഇരുത്തും. ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതിയും കഴിഞ്ഞ് കേസ് ജയിച്ച് വരുമ്പോൾ കസേര മാറിക്കൊടുക്കില്ല. മാറിക്കൊടുത്ത ഉദാഹരണങ്ങളുണ്ട്, കൊടുക്കാത്ത ഉദാഹരണങ്ങളും ഈ കേരളത്തിൽ തന്നെയുണ്ട്. നന്ദികേടല്ലേ, തെറ്റല്ലേ എന്ന് ആലോചിച്ച് നോക്കുക. രാഷ്ട്രീയത്തിൽ മിക്കവർക്കും ഒരു ഗോഡ് ഫാദർ ഉണ്ടാകും. കൈ പിടിച്ച് വളർത്തി കൊണ്ടുവരുന്ന അദ്ദേഹമായിരിക്കും. അവസാനം ഒരു പരിധി കഴിഞ്ഞ് വളർന്നാൽ തൻ്റെ ഗോഡ് ഫാദറെ ചവിട്ടിപ്പുറത്താക്കി അദ്ദേഹത്തെ അവമതിച്ച് അദ്ദേഹത്തോടുള്ള എല്ലാ നന്ദിയും കളഞ്ഞ് അദ്ദേഹത്തെക്കാൾ വലിയ ആളായി ചമയുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്കുക. അവതാ പറഞ്ഞ് സങ്കടം പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പണം കടം മേടിക്കും. ആ കടമെങ്ങാനും തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ശത്രുവായിട്ട് മാറി. പിന്നെ നമ്മൾ അദ്ദേഹത്തെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മളെക്കുറിച്ച് പറയുക. നമ്മൾ ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് കടം കൊടുത്തു എന്നുള്ളതാണ്. ഉപകാരം ചെയ്താൽ പ്രത്യുപകാരം ചെയ്യാത്ത, ഉപകാരം ചെയ്താൽ നന്ദികേട് കാണിക്കുന്ന സമൂഹമായി കേരള ജനത, മലയാളികളിൽ ഒരു വലിയ പങ്ക് മാറി എന്നുള്ളത് സത്യമാണ്. നാം ഇതിൽ പെടാതെ സൂക്ഷിക്കുക എന്നേ പറയാനുള്ളൂ. അല്പം ആലോചിച്ചാൽ നമ്മളെല്ലാവരും ഈ വിഷയത്തിൽ വളരെ പിന്നോക്കമാണെന്ന് നമുക്ക് മനസ്സിലാകാം. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അധിക പ്രശ്നങ്ങൾക്കും കാരണം, അതിൻ്റെയൊക്കെ അടിത്തറ നന്ദിയില്ലായ്മയാണ് എന്ന് മനസ്സിലാക്കാം. എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെ സൃഷ്ടിച്ച നാഥനോട് നന്ദികേട് കാണിക്കുന്ന ജനത, ചെറുപ്പത്തിൽ താലോലിച്ച് ഓമനിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രീതിയിൽ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന ജനത, മാതാപിതാക്കളെ തള്ളിക്കളയുന്ന മക്കൾ ഒന്നാലോചിച്ച് നോക്കുക. ചെറുപ്രായത്തിൽ താലോചിച്ച് വളർത്തിയ മാതാപിതാക്കളോട് നാം എത്ര ഉപകാരം ചെയ്താൽ മതിയാകും? ആ മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന മക്കൾ. മലേഷ്യയിൽ നിന്നും സ്വന്തം പിതാവിനെ വിമാനത്തിൽ കയറ്റി വിട്ടു. പിതാവിന് ഓർമ്മശേഷിയില്ല. ഈ അടുത്ത ദിവസം പത്രം വലിയ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിച്ച് നമ്മളൊക്കെ വായിച്ചതാണ്. ഓർമ്മശേഷി നഷ്ടപ്പെട്ട പിതാവിനെ കേരളത്തിലെ വിലാസം ബാഗിലും കഴുത്തിൽ ടാഗിലും എഴുതി, അവരുടെ ഫോൺ നമ്പറും എഴുതി, പാസ്പോർട്ടും
അത്യാവശ്യം പണവുമായിട്ട് കയറ്റി വിട്ടു. ആ പാസ്പോർട്ട് ഇവിടെ എത്തി പരിശോധിക്കുമ്പോൾ അതിൽ മലേഷ്യയിലെ അഡ്രസ്സ് എഴുതിയ പേജ് കീറിക്കളഞ്ഞിരിക്കുന്നു. വളരെ ബോധപൂർവമാണെന്നുള്ളതിന് എന്താണ് സംശയം? മലേഷ്യയിലെ അഡ്രസ്സ് കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി അഡ്രസ്സ് എഴുതിയ പേജ് മാത്രം കീറിക്കളഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടും എമിഗ്രേഷൻ പരിശോധന കഴിഞ്ഞതിന് ശേഷമായിരിക്കുമല്ലോ. അപ്പോൾ ആരെങ്കിലും കൂടെ വന്നിരിക്കുമല്ലോ. ഇവിടെ കൊണ്ട് എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. എയർപോർട്ടിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ വൃദ്ധനെ പോലീസുകാർ പിടികൂടി. അവർ നോക്കുമ്പോൾ ടാഗുണ്ട്, കേരളത്തിലെ അഡ്രസ്സുണ്ട്. ഒടുവിൽ കേരളത്തിലെ അഡ്രസ്സിൽ വിളിച്ചു വരുത്തിയപ്പോൾ കേരളത്തിൽ ബന്ധുക്കളുണ്ടായിരുന്നു, മകനും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവർ സംരക്ഷിക്കുന്നു. സ്വന്തം പിതാവിനെ പണ്ടൊക്കെ നമ്മൾ പൂച്ചയെ കൊണ്ട് ചാക്കിൽ കെട്ടി ദൂരെ കൊണ്ടേ കളയാറുണ്ട്. വളരെ ദൂരെ കൊണ്ടുപോയി കളഞ്ഞാൽ പൂച്ച തിരിച്ചു വരില്ല. അടുത്ത പ്രദേശങ്ങളിലൊക്കെ കളഞ്ഞാൽ അത് വീണ്ടും വൈകിട്ടാവും വീണ്ടും വീട്ടിൽ വരും. പൂച്ചയെ ചാക്കിൽ കെട്ടി കൊണ്ടുപോയി കളയുന്നത് പോലെ സ്വന്തം പിതാവിനെ മലേഷ്യയിൽ നിന്നും കഴുത്തിലും ടാഗിലും ബാഗിലും കേരളത്തിലെ അഡ്രസ്സ് എഴുതി കയറ്റിവിട്ട, പാസ്പോർട്ടിലെ മലേഷ്യയിലെ അഡ്രസ്സ് എഴുതിയ പേജ് കീറിക്കളഞ്ഞ് ബോധപൂർവം കയറ്റിവിട്ട ആ മക്കളെ നാം എന്ത് വിളിക്കണം? ആ കുടുംബത്തെ എന്ത് വിളിക്കണം? ഇതിനേക്കാൾ വലിയ നന്ദികേട് ലോകത്ത് ഇതിനേക്കാൾ വലിയൊരു നന്ദികേടുണ്ടോ? ചെറുപ്പത്തിലെ വളർത്തി വലുതാക്കിയ പിതാവിനെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതിന് പകരം പറഞ്ഞു വിട്ട മക്കൾ. നന്ദികേടെ നിൻ്റെ പേരാണോ ഇത്? ഒന്നാലോചിച്ച് നോക്കുക. അങ്ങനെ തൻ്റെ എല്ലാ ദുസ്വഭാവങ്ങളും എല്ലാം സഹിച്ച്, തൻ്റെ മുരട്ട് സ്വഭാവങ്ങളും മുശാട്ട സ്വഭാവമൊക്കെ സഹിച്ച് തനിക്ക് വേണ്ടി തൻ്റെ കൂടെ നിന്ന് തൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്ന, തൻ്റെ വേണ്ട സമയത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം, തൻ്റെ വസ്ത്രം വൃത്തിയാക്കി തനിക്ക് കിടക്ക വിരിച്ച് തൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി തരുന്ന സഹധർമ്മിണിയോട് നന്ദി കാണിക്കാത്ത ഭർത്താക്കന്മാർ എത്ര പേരുണ്ടെന്ന് ആലോചിക്കുക. ഒരു ദിവസം അവൾ ചെയ്തു തന്ന സേവനം ഓർത്താൽ എത്രമാത്രം അവളെ മതിക്കണം. നന്ദികേട് കാണിക്കുന്ന ഭർത്താക്കന്മാർ. അതുപോലെ തന്നെ തൻ്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരുന്ന, തനിക്ക് വസ്ത്രവും ആഭരണവും വാങ്ങിത്തന്ന്, തനിക്ക് വേണ്ടതെല്ലാം വാങ്ങിത്തന്ന്, തൻ്റെ സംരക്ഷണം ഏറ്റെടുത്ത് തന്നെ സംരക്ഷിക്കുന്ന ഭർത്താവിനോട് നന്ദികേട് കാണിക്കുന്ന, വിശ്വാസവഞ്ചന കാണിക്കുന്ന, ദാമ്പത്യ ജീവിതത്തിൽ പോലും വിശ്വാസവഞ്ചന കാണിക്കുന്ന, മഹാപാതകം ചെയ്യുന്ന ഭാര്യമാർ ഇല്ലേ നമ്മുടെ കൂട്ടത്തിൽ? ആലോചിച്ച് നോക്കുക. സ്വന്തം കൂടപ്പിറപ്പുകൾ, ഒരേ രക്തത്തിൽ പിറന്നവരാണ്, അവരോട് നന്ദികേട് കാണിക്കുന്ന, അവരെ അകറ്റുന്ന, അവരുമായി കുടുംബബന്ധം നഷ്ടപ്പെടുന്ന സഹോദരങ്ങളില്ലേ? നമുക്ക് വേണ്ടി ഉറങ്ങാതെ കഷ്ടപ്പെടുന്ന ഭരണാധികാരികളോട് നന്ദിയുണ്ടോ നമുക്ക് ജനതയ്ക്ക്? ഒന്നാലോചിക്കുക. നമ്മൾ വിചാരിക്കും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമൊക്കെ കാറിലും എ സിയിലുമൊക്കെ പാഞ്ഞു പോകുമ്പോൾ അവർ സുഖിക്കുകയാണെന്ന്. സത്യത്തിൽ അവർ ഉറങ്ങുന്നുണ്ടോ? നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കഷ്ടിച്ച് 4 മണിക്കൂറൊക്കെയാണ് അദ്ദേഹം ഉറങ്ങിയിരുന്നത്. ഇപ്പോഴത്തെ ഭരണാധികാരികളുടെയും നില വ്യത്യസ്തമൊന്നുമല്ല. അവർക്ക് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടുന്ന കുടുംബജീവിതം കിട്ടുന്നുണ്ടോ? ഭാര്യയുമായി സല്ലപിക്കാൻ, മക്കളെ താലോലിക്കാൻ അവർക്ക് സമയം കിട്ടുന്നുണ്ടോ? ഭരണകാര്യങ്ങളിൽ, പ്രശ്നങ്ങളിൽ, യോഗങ്ങളിൽ, നിരന്തരം യാത്രകളിൽ, പാർട്ടി കാര്യങ്ങളിൽ, ഭരണപരമായ കാര്യങ്ങളിൽ മുഴുകി ജീവിതത്തിൻ്റെ നല്ലൊരു പങ്ക് നഷ്ടപ്പെടുത്തുന്ന ഭരണാധികാരികളോട് നമ്മൾ ജനത നന്ദിയുള്ളവരാണോ നന്ദി കെട്ടവരാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നാം ശരിക്കും ചിന്തിക്കണം. അണികളോട് നന്ദികേട് കാട്ടുന്ന നേതാക്കന്മാർ, നേതാവിനോട് കൂറില്ലാത്ത അണികൾ, പഠിപ്പിച്ചു തരുന്ന, തങ്ങളുടെ കണ്ണ് തെളിയിക്കുന്ന അധ്യാപകരോട് നന്ദിയില്ലാത്ത വിദ്യാർത്ഥികൾ, തന്നെ ഒരക്ഷരം പഠിപ്പിച്ച ഒരു ഗുരുവിനെ ഖരാവോ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഗുരുവിനെതിരെ സമരം ചെയ്യാനോ ഒരു വിദ്യാർത്ഥി തയ്യാറായാൽ അവൻ കുരുത്തം കെട്ടവനല്ലേ, കുരുത്തം കെട്ടവളല്ലേ? ആലോചിച്ച് നോക്കുക. അധ്യാപകരോട് വിദ്യാർത്ഥികൾക്ക് നന്ദിയുണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ സമൂഹം മുഴുവനും എല്ലാ സ്ഥലത്തും ഈ നന്ദിയില്ലായ്മയുടെ ഒരു പ്രതിസ്ഫുരണമാണ് നമ്മൾ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞവരെല്ലാം നന്ദിയുള്ളവരായാൽ സമൂഹം എത്ര നന്നായിരിക്കും, കുടുംബജീവിതം എത്ര സുഖകരമായിരിക്കും, സാമൂഹ്യ ജീവിതം എത്ര സന്തോഷപ്രദമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. വിശാലമായി ചിന്തിക്കേണ്ട കാര്യമാണ്. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം
കുടുംബത്തിലാകട്ടെ, വ്യക്തിയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ നന്ദിയില്ലായ്മയാണ്. എന്തെല്ലാം നേട്ടങ്ങൾ സമൂഹത്തിനുണ്ടാകുന്നോ അതെല്ലാം നന്ദിയുടെ പേരിലുണ്ടാകുന്നതാണ്. പ്രശ്നങ്ങൾ അധികവും പരിഹരിക്കപ്പെടും നന്ദി കാണിച്ചാൽ, യാതൊരു സംശയവും ആർക്കും വേണ്ട. കന്യാകുമാരിയിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം സൂര്യോദയവും സൂര്യാസ്തമയവുമാണ്. സൂര്യോദയം കൺമുന്നിൽ കാണാൻ അതിരാവിലെ വെള്ള കീറുന്ന സമയം മുതൽ ജനങ്ങൾ കാത്തു നിൽക്കും. ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്ന കാണാം. അവിടുത്തെ കൽമണ്ഡപത്തിൽ കാത്തു നിൽക്കും. കഴിഞ്ഞ വർഷം ഞാനും അവിടെ പോയിരുന്നു. ഞാനവിടെ പോയപ്പോൾ ഒരു ജ്ഞാനിയായ മനുഷ്യൻ ആ സൂര്യോദയ സമയത്ത് അങ്ങോട്ട് തിരിഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് കണ്ണടച്ചിരുന്ന് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കിഴക്കൻ ചക്രവാളത്തിലേക്ക് കണ്ണ് നട്ട് നിൽക്കുന്നു. സൂര്യൻ ഇപ്പോൾ ഉദിക്കുമെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ നിന്ന കൂട്ടത്തിൽ അക്ഷമനായ ഒരു ചെറുപ്പക്കാരൻ, അയാൾ ഈ ജ്ഞാനിയായ മനുഷ്യനോട് ചോദിച്ചു, എപ്പോഴാണ് സൂര്യോദയം ഉണ്ടാകുക, എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക? അദ്ദേഹം സാവധാനം കണ്ണു തുറന്നു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, നിൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ പുഞ്ചിരി നിനക്കെപ്പോൾ കാണാൻ കഴിയുമോ? അവൻ്റെ മുഖം വ്യക്തമായി എപ്പോൾ നിനക്ക് കാണാൻ പറ്റുന്നുവോ? അവൻ്റെ കണ്ണുകളിലെ തിളക്കം സ്പഷ്ടമായി നിനക്ക് കാണാൻ കഴിയുന്നുവോ? അപ്പോഴാണ് സൂര്യോദയം സംഭവിക്കുക. ആലോചിച്ച് നോക്കണം, എത്ര താത്വികമായ ഒരു മറുപടിയാണ്. ആ ചെറുപ്പക്കാരൻ ചോദിച്ചത് സമയമാണ്, എപ്പോഴാണ് സൂര്യൻ ഉദിക്കുക, സമയം എപ്പോഴാണ് സാധാരണ. അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്ഥിരം ഇവിടെ ഇരിക്കുന്ന ആളാണെന്ന് തോന്നി. അതുകൊണ്ട് സാധാരണഗതിയിൽ സമയം എപ്പോഴാണെന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി എത്ര മനോഹരമായ മറുപടിയാണ്. നിൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ കണ്ണുകളിലെ തിളക്കം നിനക്ക് സ്പഷ്ടമായി കാണാൻ കഴിയുമ്പോൾ, നിൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ മുഖം നിനക്ക് വ്യക്തമാകുന്ന സന്ദർഭത്തിൽ, അതുപോലെ തന്നെ നിൻ്റെ അടുത്ത് നിൽക്കുന്നവൻ്റെ പുഞ്ചിരി നിനക്ക് എപ്പോൾ വ്യക്തമായി കാണാൻ കഴിയുന്നുവോ അപ്പോഴാണ് സൂര്യൻ ഉദിക്കുക. സത്യമല്ലേ? ആലോചിച്ച് നോക്കുക. അടുത്തു നിൽപ്പോരനുജന നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. എത്ര സത്യമാണ്, എത്ര സത്യമാണ്. നമ്മുടെ കൂടെയുള്ളവരുടെ, സഹവസിക്കുന്നവരുടെ, അവരുടെ നന്മ മനസ്സിലാക്കാത്തവൻ പിന്നെ ഈശ്വരൻ്റെ പിന്നാലെ പോയിട്ട് എന്ത് കാര്യം? അടുത്തു നിൽപ്പോരനുജന നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. തൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച, തനിക്ക് വെച്ചു വിളമ്പി തരുന്ന, തൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കുന്ന, ഓരോ നിമിഷത്തിലും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വന്തം ഭാര്യയുടെ നന്മ കാണാത്തവൻ, അവൻ പിന്നെ ഈശ്വരൻ്റെ പിന്നാലെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? നമ്മൾ സാധാരണ പറയും, സ്വന്തം ഭാര്യ നല്ല ഡ്രസ്സ് ചെയ്താൽ അതറിയില്ല, അതിനെ പ്രശംസിക്കില്ല, അതിനെ പുകഴ്ത്തില്ല. ടി വിയിൽ കാണുന്ന സീരിയലിലെ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന പെണ്ണ് നല്ല സാരി ഉടുത്താൽ പറയും, ഓ നല്ല സാരി, നല്ല ഇണങ്ങുന്ന സാരി. അയൽ വീട്ടിലെ പെണ്ണ് സൂപ്പർ, തൻ്റെ വീട്ടിലെ പെണ്ണ് ഡ്യൂപ്പർ. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രശ്നം നമ്മുടെ ജനലിൻ്റേതാണ്. ഈ ജനൽ അപ്പുറത്താണെങ്കിൽ ഇപ്പുറത്തെ വീട്ടിലെ പെണ്ണ് സൂപ്പറാകും. നമ്മുടെ അടുത്ത് നിൽക്കുന്നവരെ, നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ കാണുന്നില്ല. മക്കൾ ചെയ്യുന്ന നന്മകൾ കാണുന്നില്ല. മക്കളെ പ്രശംസിക്കുന്നില്ല, മക്കളെ പുകഴ്ത്തുന്നില്ല. നമ്മളുമായിട്ട് അടുത്തവരെയല്ലേ, അവരോടല്ലേ നന്ദി കാണിക്കേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് തുറക്കുവാനും എല്ലാവരോടും നന്ദിയും സ്നേഹവും കാണിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആലുവ മുപ്പത്തടത്ത് നിന്നും വാഹിദ ഫിറോസ് എന്ന സഹോദരി ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു. അതിമനോഹരമായ കയ്യക്ഷരത്തിലാണ് കത്തയച്ചിരിക്കുന്നത്. അച്ചടി തോറ്റുപോകത്തക്കവണ്ണമുള്ള നല്ല കയ്യക്ഷരത്തിന് വാഹിദ ഫിറോസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സഹോദരിയുടെ ചോദ്യം ഇതാണ്: തൗബ, പശ്ചാത്താപം, പാപങ്ങൾ പൊറുപ്പിക്കാൻ ഇസ്ലാമിലുള്ള മാർഗം അതാണല്ലോ. ഇസ്ലാമിൽ കുമ്പസാരമില്ല. പാപങ്ങൾ പൊറുപ്പിക്കാൻ അള്ളാഹുവിനോട്, സർവ്വലോക രക്ഷിതാവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പശ്ചാത്താപത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് കുറ്റബോധം നിറഞ്ഞ, പശ്ചാത്താപ ബോധം നിറഞ്ഞ ഒരു മനസ്സാണ്.
പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു 3 നിബന്ധനകളുണ്ട്. ഒന്ന്, ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ പൂർണ്ണമായി നിർത്തുക, ആ പാപങ്ങൾ മേലിൽ ആവർത്തിക്കരുത്. 2, ചെയ്തു പോയതിൽ കനത്ത കുറ്റബോധം വേണം, പശ്ചാത്താപബോധം വേണം. 3, ഇനി ഒരു കാരണവശാലും ആ പാപങ്ങളിലേക്ക് മടങ്ങരുത്. ചെയ്തുകൊണ്ടിരിക്കുന്ന അവസാനിപ്പിക്കുക, ചെയ്തു പോയതിൽ കുറ്റബോധമുണ്ടാവുക, മേലിൽ അക്കാര്യത്തിലേക്ക് മടങ്ങാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് കണ്ണീരൊഴുക്കി കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹു തീർച്ചയായും ആ പശ്ചാത്താപം സ്വീകരിക്കും. അതിന് പ്രത്യേക വേഡ്സോ അറബിയോ ഒന്നും ആവശ്യമില്ല. കുറ്റബോധം നിറഞ്ഞ മനസ്സും കണ്ണീരൊഴുകുന്ന കണ്ണും ഇനി മേലിൽ പാപം ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയവും മാത്രമുണ്ടായാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പുറത്തു തരുമാറാകട്ടെ. അള്ളാഹുവിലേക്ക് പൂർണ്ണമായി പശ്ചാത്തപിച്ച് മടങ്ങാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങളും ഇതുപോലുള്ള ദീനീ ചോദ്യങ്ങളും ദയവായി എഴുതുക. ഞങ്ങളുടെ വിലാസം ഇതാണ്: ടു ദ പ്രൊഡ്യൂസർ, ഇസ്ലാം അറിവ്, കേരള വിഷൻ, കടവന്ത്ര, ഗിരിനഗർ, കൊച്ചിൻ 20.